ഹായ്. അപ്പം ഞങ്ങളിപ്പോൾ ഒരു ലക്ഷദ്വീപ് പോവുകയാണ്. ലക്ഷദ്വീപ് പോകാനായിട്ട് ഇപ്പോൾ നമ്മൾ കൊച്ചിയിൽ വെല്ലിംഗ്ടൺ ഐലൻഡിലേക്കാണ് വന്നത്. അപ്പോൾ വളരെ കഷ്ടപ്പെട്ടാണ് ഒരു ഷിപ്പിലെ ടിക്കറ്റ് കിട്ടിയത്. അങ്ങനെ ഇങ്ങോട്ട് വരുന്ന കാര്യത്തിൽ ഒരു ഉറപ്പും ഇതുവരെ ആയിട്ടില്ല. അപ്പോൾ അങ്ങോട്ട് പോകുന്ന കാര്യത്തിൽ ഇപ്പോൾ തൽക്കാലം ഉറപ്പായിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ചെന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ. ഓക്കെ. ഇത്രയും പേര് ലക്ഷദ്വീപ് വരും. ശരി. അങ്ങനെ ഇതെൻ്റെ ടിക്കറ്റാണ്. കുറേ പേര് വെയിറ്റിംഗ് ആണ്. എന്നാലും അങ്ങനെ വെൽക്കം ടു ലക്ഷദ്വീപ്. അങ്ങോട്ട് കയറുവാണ്. അങ്ങനെ ഇവിടെ ഷിപ്പിലേക്ക് കയറുന്ന ഇമിഗ്രേഷൻ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കിട്ടി. അങ്ങനെ ഓരോ ആളുകൾ വന്ന് കയറുവാണ്. എൻ്റെ പെർമിറ്റ് ഇവിടെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ കാണിച്ചപ്പോൾ വെൽഫെയർ ഓഫീസറിനെ കാണാൻ പറഞ്ഞു. ഇതാണ് വെൽഫെയർ ഓഫീസറിൻ്റെ റൂം. വെൽഫെയർ ഓഫീസർ പാസഞ്ചർ റിപ്പോർട്ട് സി. ഇങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റായിട്ട് സംഭവങ്ങളാണ്. എല്ലാം എടുപ്പിക്കുന്നുണ്ട്. എല്ലാം ചെക്ക് ചെയ്തിട്ട് വിടുന്നുണ്ട്. ചെക്കിങ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇട്ടേക്കും. അതിനകത്ത് എവിടെയാണ് എൻ്റെ ബാഗ് എന്നുള്ളതിനും തപ്പി പിടിക്കണം. അങ്ങനെ ചെക്കിങ് എല്ലാം കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ബാഗുകളെല്ലാം ഇങ്ങനെ എല്ലാവരുടെ ചെക്കിങ് കഴിഞ്ഞ ബാഗുകൾ അവിടെ ഇട്ടേക്കാണ്. ഇതിന് എൻ്റെ ബാഗ് എവിടെ തപ്പുമെന്ന് എനിക്ക് ഒരു ഐഡിയ കിട്ടുന്നു. എല്ലാവരും അവരവരുടെ ബാഗ് എടുത്തതിന് ശേഷം ഞാൻ എൻ്റെ ബാഗ് എടുക്കുന്നു. അങ്ങനെ ഗൈസ് എൻ്റെ ബാഗ് കിട്ടി. ഇനി ഒരു ബാഗ് കൂടെ കാണാനുണ്ട്. അത് ഇനി തപ്പണമല്ലോ. അങ്ങനെ എല്ലാം ഈ വണ്ടിക്കകത്ത് കയറ്റുന്നു. എന്നിട്ട് ഈ ബസ്സിൽ നമ്മൾ പോകുന്നു. ഹായ്. അങ്ങനെ ഇത് തൊട്ടടുത്ത് ഷിപ്പുണ്ട്. പോവാണ്. അപ്പം ഇവിടെ വളരെ കഷ്ടപ്പാടാണ് ശരിക്കും പറഞ്ഞാൽ. അവിടെ നിന്ന് വന്ന് ഷിപ്പിൽ കയറി ഭയങ്കര ബുദ്ധിമുട്ടാണ്. ലക്ഷദ്വീപ് വരെ സമ്മതിക്കണം കേട്ടോ. പക്ഷേ ഒരു കാര്യത്തിൽ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര സപ്പോർട്ടാണ്. നല്ല സ്വന്തം വീട്ടിലെ ആൾക്കാരെ പോലെയാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ. ഇതാണ് ലക്ഷദ്വീപിലേക്ക് പോകുന്ന ഷിപ്പാണ് അറേബ്യൻ സീ. അപ്പോൾ ഇവിടെ നിന്ന് നേരെ ലക്ഷദ്വീപിലേക്കാണ്. ഒരു നൈറ്റ് ഫുൾ ജേർണിയാണ്. അപ്പോൾ ഓക്കെ, കാണാം. ഈ ലഗേജുകളെല്ലാം ഇതിൻ്റെ മുകളിലേക്ക് കയറ്റണം. എൻ്റെ പൊന്നെ അതുവരെ ചെയ്തു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഹെൽപ്പിംഗ് നേച്ചറുള്ളവരാണ്. അങ്ങനെ കപ്പൽ ലെവലിൻ്റെ പുറത്ത് ഒരു ചെറിയൊരു ഇവിടെ മേടിച്ചത്. അപ്പോൾ ഓക്കെ റെഡി. ഒക്കെയാണ് നമ്പർ. പക്ഷെ മുമ്പിൽ എഴുതിയില്ല. മുമ്പിലുള്ളവർ പോകുന്നു, പുറകെ തന്നെ പോകുന്നു. ഓക്കെ, താഴെ ഗ്ലാസ് ഡിസ്പെൻസറി
ക്യാൻറ്റീനിലെ ബഹളമാണ്. ഓക്കെ, ഓ ഇത്രയും തരണ്ടല്ലോ. ഞങ്ങൾ പാതാളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ തൽക്കാലം ഒരു റെസ്റ്റ് സീറ്റൊക്കെ കണ്ടുപിടിക്കാൻ അത്ര സമയം എടുക്കുന്നത്. അതുകൊണ്ട് വല്ല എന്താ റെസ്റ്റ് എടുത്തേച്ച് സീറ്റ് കണ്ടുപിടിക്കാം. ഇത് നമ്മളൊരു ലക്ഷദ്വീപ് സ്പെഷ്യലാണ്. ഇറച്ചിച്ചോറ് എന്നായിരുന്നു പറയുന്നത്. ബീഫുണ്ട്, വാട്ടർമെലനുണ്ട്. ഇതെന്ത് സാധനം? ആ, ഗ്രീൻ പീസാ. ഇതെന്താ? ഇത് മീനാ. അച്ചാറ്. ഇത് ഇറച്ചിച്ചോറ് എങ്ങനെ ഉണ്ടാക്കുന്നത്? ഓ, പുഴുങ്ങലരിയിലും മസാലയിട്ട് വേവിച്ച് ഇറച്ചി അതിൻ്റെ കൂടെ ഇട്ട് വെക്കുന്നു. ഓ, തേങ്ങാപ്പാലും പുഴുങ്ങലരിയും. ആ, അടിപൊളിയാണല്ലോ, അടിപൊളി. റൂം കിട്ടി. അങ്ങനെ ഈ റൂമിൽ റെസ്റ്റ് എടുക്കുകയാണ്. എന്താ പറയുക, ഇപ്പോഴാണ് ഒന്ന് ആശ്വാസമായത്. കുറച്ച് രാത്രിയായി, ഇപ്പോൾ ഒരു രാത്രി 9 മണി സമയമായി. അപ്പോൾ ഇങ്ങനെ ഇനി ടാറ്റ, നാളെ കാണാം. ഗുഡ് നൈറ്റ്, ഒറ്റ ഉറക്കം. ബൈ ബൈ.